രാവണ മാരീച സംവാദം. ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിതു ചിത്രഭാനുവും ഉദയാദ്രിമൂർധിനി വന്നു തേരതിലേറിയിടിനാൻ ദേവസഞ്ജയ വൈരി പാരാവാരപാരമാം തീരം തത്ര മാരീചാശ്രമം പ്രാപിച്ചിടിനാൻ അതിദ്രുതം ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടു ജടാവൽക്കലാദിയും ധരിച്ച് ആനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേതി ജപിച്ചുറച്ചു സമാധി പൂണ്ട് ആമോദമോടും അരിവീടിന മാരീചനും ലൗകികാത്മനാഗ്രഹത്തിങ്കൽ ആഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ട് സംഭ്രമത്തോടും ഉത്ഥാനം ചെയ്തു പൂണ്ടുകൊണ്ടു തന്മാറിലണച്ച് ആനന്ദാശ്രുക്കളോടും പൂജിച്ചു യഥാവിധി വാനിച്ചു ദശകണ്ഠൻ യോജിച്ചു ചിത്തം. അപ്പോൾ ചോദിച്ചു മാരീചനും, എന്തൊരാഗമനം ഇത്? ഏകനായി തന്നെ ഒരു ചിന്ത ഉണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ. ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലത് വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ. ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം മായം എന്നേ ചെയ്യുവാൻ മടിയില്ലെനിക്കേതു. മാരീചവാക്യം ഏവം കേട്ടു രാവണൻ ചൊന്നാൻ, ആരുമില്ലെനിക്ക് നിന്നെപ്പോലെ മുട്ടും നേരം. സാകേതാധിപനായ രാജാവ് ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരുണ്ടുപോൽ രാമലക്ഷ്മണന്മാരെന്നിവരിരു കാലം കോമളഗാത്രിയായൊരു അങ്കനാരത്നത്തോടും ദണ്ഡകാരണ്യെ വന്നു വാഴുന്നിതു. അവർ ബലാലനുടെ ഭഗിനിതൻ നാസികാകുജങ്ങളും കർണവും ഛേദിച്ചതു കേട്ടുടൻ ഖരാദികൾ ചെന്നിതു 14,000 അവരെയും നിന്നു താൻ ഏകനായിട്ട് എതിർത്തു. രണത്തിങ്കൽ കൊന്നിതു 3.25 നാഴിക കൊണ്ട് രാമൻ. താൽ പ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവൻ. അതിന് നീ ഹേമവർണം പൂണ്ടൊരു മാനായി ചെന്ന് അടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം. രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ. വാമഗാത്രിയെ അപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ. നീ മമ സഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടും. ഇല്ല സംശയം ഏതും. പന്തികന്ധരവാക്യം കേട്ടു മാരീചൻ ഉള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണം ഉര ചെയ്താൻ. ആരുപദേശിച്ചു മൂലനാശനമായ കാര്യം നിന്നോട്? അവൻ നിന്നുടെ ശത്രുവല്ലോ. നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോര്. ശത്രുവാകുന്നതവൻ. നല്ലത് നിനക്ക് ഞാൻ ചൊല്ലുവൻ കേൾക്കുന്ന. നല്ലതല്ലേതും നിനക്കീ തൊഴിലറിയ നീ. രാമചന്ദ്രനുള്ള ഭീതി കൊണ്ട് അകതാരിൽ മാമുകേ രാജരത്ന മണിരഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ളൂ ഞാനോ നിത്യം. രാക്ഷസവംശം പരിപാലിച്ചു കൊള്ളുക നീയും. ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ. ഞാനതിൽ പരമാർത്ഥം അറിഞ്ഞേൻ കേൾക്ക നീയും. നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു
പണ്ട് ഓരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ. പൗലസ്ത്യ പ്രഭു പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനൻ അരുൾ ചെയ്തിതു. വാത്സല്യത്താൽ എന്തു ഞാൻ വേണ്ടുന്നത് ചൊല്ലുക എന്നതു കേട്ടു ചിന്തിച്ചു വിധാതാവും അർത്ഥിച്ചു ദയാനിധി. എന്നുടെ നിന്തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ടു പന്തികന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ. അങ്ങനെ തന്നെ എന്ന് സമയം ചെയ്തു നാഥൻ മംഗലം വരുത്തുവാൻ. ദേവതാപസർക്കെല്ലാം മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താൻ എന്ന് ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്ത്യ. പോയാലും പുരമ്പുക്കു സുഖിച്ചു വസിക്ക നീ മായാ മനുഷ്യൻ തന്നെ സേവിച്ചു കൊള്ളുക നിത്യം. എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ വചനീയൻ ഈശ്വരൻ നാഥൻ. മാരീചൻ പറഞ്ഞത് കേട്ടു രാവണൻ ചൊന്നാൻ. നേരത്രേ പറഞ്ഞതു നിർമ്മലനല്ലോ ഭവാൻ. ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാ താൻ അരവിന്ദോത്ഭവൻ തന്നോട് സത്യം ചെയ്തു മർത്യനായി പിറന്ന് എന്നെ കൊല്ലുവാൻ ഭാവിച്ചതും സത്യസങ്കൽപ്പനായ ഭഗവാൻ താൻ എങ്കിലോ പിന്നെ വണ്ണമല്ലെന്നാക്കുവാൻ ആളാരണ്ടോ. നന്നു നിന്ന അജ്ഞാനം ഞാനിങ്ങനെ ഓർത്തിയില്ല ഒട്ടും. ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല നൂനം. ചെന്നു മൈഥിലി തന്നെ കൊണ്ടു പോരിക വേണം. ഉത്തിഷ്ഠ മഹാഭാഗ വന്മാനായി ചമഞ്ഞു എന്ന് എത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ. അന്നേരം നേരിലേറ്റിക്കൊണ്ടിങ്ങു പോന്നിടുവൻ. പിന്നെ നീ യഥാസുഖം വാഴുക മുന്നെ പോലെ. ഒന്നിനെ മറുത്ത് നീ ഉര ചെയ്യുന്നതാകിൽ എന്നുടെ വാൾക്ക് ഊണാക്കിയിടുന്നതുണ്ടിന്നു തന്നെ എന്നതു കേട്ട് വിചാരിച്ചിതു മാരീചനും. നന്നല്ല ദുഷ്ടായുധം ഏറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം. പുണ്യസഞ്ചയം കൊണ്ട് മുക്തനായി വരുമല്ലോ. രാമസായകം ഏറ്റു മരിച്ചാൽ എന്ന് ചിന്തിച്ച് ആമോദം പൂണ്ടുറപ്പെട്ടാലും എന്ന് ചൊന്നാൻ. രാക്ഷസരാജ ഭവാൻ ആജ്ഞാപിച്ചാലും എങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളുക പോറ്റി എന്നുര ചെയ്തു. വിത്രാകൃതി കലർന്നൊരു പൊന്നിറമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ. പന്തിയന്തരനു തേരിലാമാറ് കരേറിനാൻ. ചെന്താർവാണനും തേരിനേറിനാൻ. അതു നേരം ചെന്താർമാനിനിയായ ജാനകി തന്നെ ഉള്ളിൽ ചിന്തിച്ചു. ദശാസ്യനും അന്ധനായി ചമഞ്ഞതു മാരീചൻ മനോഹരമായൊരു പൊന്മാനായി. ചാരുപുള്ളികൾ വെള്ളി കൊണ്ടു നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ട് ചേർത്ത് മുക്തഭാവത്തോട് ഓരോ ലീലകൾ കാട്ടി കാട്ടി കാട്ടിലുൾപ്പൂക്കും. പിന്നെ വേന പുറപ്പെട്ടും തുള്ളിച്ചാടിയും അനുരാഗഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും. രാഘവാശ്രമസ്ഥലോപാന്തേ സഞ്ചരിക്കുമ്പോൾ രാഗേന്ദുമുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൻ. രാവണ വിജേഷ്ഠിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുളി ചെയ്താൻ. ഏകാന്തി കാന്തി കേൾനീ. രക്ഷോനായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ വിഷുരൂപേണ വരുമന്തികേ. ജനകജേ നീയൊരു കാര്യം വേണം. അതിനു മടിയാതെ മായാസീതയെ
പർണശാലയിൽ നിർത്തിയിടണം. വന്യമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്കാൻ നീ തന്നെ രാവണവധം കഴിഞ്ഞൂടുവോളം ആശ്രയാശങ്കലോരാണ്ടിരുന്നിടണം. ജഗദാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ. രാമചന്ദ്രോക്തി കേട്ടു ജാനകി ദേവിതാനും കോമളഗാത്രിയായ മായാസീതയെ തത്ര വർണ്ണശാലയിലാക്കി വന്യമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിതു. മഹാവിഷ്ണുമായയും അപ്പോൾ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.